ഹായ് യെസ് നമസ്കാരം. എൻ്റെ കൂടെ ഞാനിന്ന് ഞാൻ ഭിന്നശേഷിയില്ല കമ്പാർട്ടിലായിരുന്നു കാര്യത്. ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. പിന്നെ ഞാൻ മാവേലിക്ക് കാര്യം നോക്കിയ ടിക്കറ്റായിരുന്നു. പിന്നെ മെയിലിനാ കാര്യം പേരിന്റെ കാര്യം മെയിലിന കാര്യം. ഇപ്പൊ ഇവിടെ ഇവിടുന്നല്ല ട്രെയിൻ എന്നുള്ള കാര്യം പറ. ട്രെയിനുള്ള കാര്യം അടിച്ചു പൊളിച്ച് ടൂറ് പോയവരുണ്ട്. പിന്നെ പാട്ടെല്ലാം പാടി പാട്ടെല്ലാം പാടി കൊറേ ആളുണ്ട്. ഒരു ഫാത്തിമ സംസാരിച്ചൂടാലോ. അല്ല ഓക്ക് സംസാരിച്ചൂടാ. കണ്ണെല്ലാം കാണും. ചെവിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഇല്ല ചെവിക്കല്ല, സംസാരിക്കാൻ കുഴപ്പമുണ്ട്. അത് പക്ഷെ മേക്കപ്പ് ഭയങ്കര ഇഷ്ടം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിക്ക്. അന്നേരം ഞാനും പാട്ടെല്ലാം പാടിയ പറ. അങ്ങനെ പാട്ടെല്ലാം പാടീന്. ഞാൻ മാമ്പാട് പാട്ടൊക്കെ പാടീന്. ഹിന്ദി പാട്ടും. പിന്നെ ഞാൻ ഹിന്ദി പാട്ട് പാടിക്കൊടുത്ത് ഓളം ഉമ്മയും പാട്ട് പാടുത്തായിരുന്നു മാമ്പാട് പാട്ട്. എന്തായാലും ഒരു യാത്ര ഇന്ന് ഒരു ബോറില്ലാത്ത യാത്രയാണ്. ഇവർ പിന്നെ ഭിന്നശേഷീൻ്റെ കോച്ചിലാന്ന് ഇവർ കാര്യം. അപ്പോൾ ഞങ്ങളെല്ലാവരും കയറിയ അപ്പോൾ കാര്യവാടൻ്റെ ഉമ്മയും പിന്നെ മോളും ഫാത്തിമ എന്ന് പറയുന്ന മോളും അതിനെ കുറച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആ കുട്ടിയെ കണ്ണെല്ലാം കാണും, ഒരു കുഴപ്പമില്ല. പിന്നെ പക്ഷേ ഒരുപാട് ഹൃദയം നുറുങ്ങിപ്പോകുന്ന വേദന അനുഭവപ്പെട്ടിക്ക്. പക്ഷേ അതെല്ലാം ഇവരെ കളിയിലും പാട്ടിലും എല്ലാം അലിഞ്ഞു പോയിക്ക്. ഇന്ന് ഒരുപാട് കുട്ടികൾ കണ്ണ് കാണാത്ത കുട്ടികളാണ് ഈ കോച്ചിൽ വന്ന്. പിന്നെ പക്ഷേ കണ്ണ് കാണാത്തത് കൊണ്ട് അവർ ബുദ്ധിക്കൊരു കുഴപ്പമില്ല. അതുകൊണ്ട് അവരെല്ലാവരും പഠിക്കുകയും ജോലിയുള്ളവരുണ്ട്. പിന്നെ അവർ യൂണിവേഴ്സിറ്റിയിൽ പിന്നെ ഒരു പേരെന്ത് ദിനമോ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിക്ക്. അവർക്ക് 2 കണ്ണും കാണൂല. പിന്നെ അവർക്കിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പിന്നെ CH മുഹമ്മദ് കോയ ലൈബ്രറിയനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അവർ വർക്ക് ചെയ്യുന്ന ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. പിന്നെ അങ്ങനെ ഒരുപാട് കുട്ടികളെ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഓൾക്ക് ചെറുങ്ങനെ ഒരു വെളിച്ചം മാത്രമേ കാണൂ. പിന്നെ അവൾ ആങ്ങളയ്ക്കും അങ്ങനെ തന്നെ, സഹോദരനും അങ്ങനെ തന്നെ കണ്ണിന് കാഴ്ചയില്ല. അവനാണ് ഇവളെ ബ്രണ്ണൻ കോളേജിലേക്ക് കൊണ്ടാക്കുന്നത്. പിന്നെ ഒരു സരിൻ നട്ടില്ല പറഞ്ഞല്ലേ, സരിൻ, അവനും ഉദ്യോഗസ്ഥനാണ്. അവൻ 2 കണ്ണും കാണൂല. അവനാദ്യം കാഴ്ച ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ മങ്ങിപ്പോയി, ഞരമ്പിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ്. പക്ഷെ എന്ത് തന്നെ ഇവർക്ക് അങ്ങനെയുള്ള കാഴ്ച നമ്മളെ വേദനിപ്പിക്കുമെങ്കിലും ഇവർ അടിച്ച് പൊളിച്ച് ഈ ഫാത്തിമയും ഉമ്മയും അമ്മു എല്ലാം ടൂറിന് പോയ ടൂറിന് പോയ അതേ പ്രതീതിയിലും അടിച്ചൊളിച്ച് ഇവര് പാട്ടും കൈമുട്ടലും. അയ്യോ വീടെടുക്കാൻ മറന്നുപോയി. ഞാൻ അങ്ങോട്ട് ശേഷയിലെത്തിയാൽ എനിക്ക് ഓർമ്മ വീഡിയോ എടുക്കണോ. ഞാനേ നാളെ എന്തായാലും എല്ലാം ഇനി സംസാരം പാട്ടും എല്ലാം ആയിട്ട് സ്റ്റേഷൻ മറന്നുപോയി പറ. ശേഷം മറന്നുപോയടോ. എനിക്ക് ചെറുവത്തൂരേന് ഇറങ്ങണ്ടേ. ഫാത്തിമാക്കും ഉമ്മാക്കും ഉമ്മാൻ്റെ ചേച്ചിയും ഉണ്ട്. അവർക്ക് ചെറുവത്തൂർ സ്റ്റേഷനിൽ ഇറങ്ങണ്ടേ. പക്ഷേ ഇവരെ കളിയും പാട്ടും എല്ലാം സ്റ്റേഷൻ മറന്നുപോയി. സ്റ്റേഷൻ വിട്ട് കഴിഞ്ഞേരി അമ്മോ ഞാക്ക് ചെറുവത്തൂർ ഇറങ്ങണ്ടേ. അങ്ങനെ അവർ പയ്യന്നൂർ ഇറങ്ങി. അങ്ങനെ നല്ലൊരു സുഖമുള്ളൊരു യാത്ര. ഒരു ശരിക്കൊരു പിന്നെ കുട്ടികളെ ഇവരെല്ലാം ഇങ്ങനത്തെ മക്കളെയും കൊണ്ട് ഒരു ടൂറ് പോയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടേനും ഇങ്ങോട്ടേക്ക് വരുമ്പോഴുള്ള യാത്ര. എല്ലാം ഇങ്ങനത്തെ മക്കളും കാര്യങ്ങളെല്ലാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയണം, അവരൊന്നും കണ്ണ് കാണാത്ത കുട്ടികളാണെങ്കിലും അവർക്ക് ബുദ്ധിയുണ്ട്, നല്ല ബുദ്ധിയുണ്ട്. അവർ വർക്ക് ചെയ്യുന്നുണ്ട്, കോളേജിൽ പഠിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ഇങ്ങനത്തെ ഒരു ഇത് മോളെ പിന്നെ ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ മോളെ ഇത്. പക്ഷേ മോളോട് അവരെല്ലാവരും നല്ല സന്തോഷത്തിലും അവളെ പാട്ട് പാടിച്ച് അവരും പാടിക്കൊടുത്ത് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ യാത്ര നിങ്ങളോട് പറയണമെന്നോള് നേരത്തെ പറഞ്ഞിന്. ഇവിടെ കറണ്ടെല്ലാം പോയോണ്ട് വൈകിയതാന്ന്. പിന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷം ഇല്ലേനോന്ന്. എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ
ഒരുപാട് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സീറ്റിൽ കിടന്നാല് ചെറിയ പിള്ളേർ സുഖമില്ലാത്ത മക്കളുണ്ടാവില്ലേ. എന്താ മാത്രല്ലല്ലോ, ചെറിയ മക്കൾക്കെല്ലാം എന്തെങ്കിലും പനിയോ കവക്കെട്ടെല്ലാം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം ഞാൻ കിടന്നു കഴിഞ്ഞാൽ പനി വരില്ല, അതുകൊണ്ട് പനി കയറിയിട്ട് ഞാൻ വിടത്തി. എന്നാ ശരി, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. ആ എന്നാൽ ശരി, സി യു, കാണാം. ഗുഡ് നൈറ്റ് പറഞ്ഞോളെ. ഇന്നൊരു നല്ല സന്തോഷമുള്ള ദിവസമാണെന്ന് പറ. നല്ല സന്തോഷമുള്ള ദിവസം.